എന്നെ തൃശ്ശൂരിലോട്ട് പറഞ്ഞയക്കാൻ നോക്കിയതാ. ആ പക്ഷെ നമ്മൾ വെറുതെ ഇരിക്കില്ലല്ലോ, നമ്മൾ നമ്മുടെ സോഴ്സ് യൂസ് ചെയ്യാൻ അങ്ങ് ബ്ലോക്ക് ചെയ്ത്. പിന്നെ അങ്ങനെയൊക്കെ കണ്ട് നോക്കി നിന്നാൽ മതി, എളുപ്പമാണെന്നേ. ഇപ്പം തന്നെ ഞാൻ 2 വർഷമായിട്ടുള്ളൂ കയറിയിട്ട്. അപ്പോഴേക്കും ഞാൻ എൻ്റെ പൊസിഷൻ ഞാൻ നേടിയെടുത്തല്ല. ഈസി പീസി. കമ്പനി ആണോന്നാ അവിടുത്തെ ചായ കൊടുക്കണ ചേച്ചിമാർ പോലെ മാനേജർ വരെ നമ്മുടെ അഭിദോസ്താണെന്നേ. ഓ നമുക്ക് അടുത്താനേ ഉള്ളൂ. പിന്നെ ഇനി അവനും കളിക്കാൻ വന്ന അതുപോലെ അവൻ തിരിച്ചു കൊടുക്കും. എന്തോന്ന് വെച്ചോ? ഹലോ എടോ, ഞാൻ തന്നെ പിന്നെ വിളിക്കാട്ടാ. പെൺകുട്ടി തന്നെ അച്ഛൻ എന്തോന്ന് വെച്ചാൽ കാണിക്കണേ? ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഒപ്പം സംസാരിച്ചുകൊണ്ടിരിക്കണേ, എൻ്റെ ഇടയ്ക്ക് അലമ്പുണ്ടാക്കണേ. അച്ഛൻ ഇതുപോലെ എഞ്ചിനീയർ സാറായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇതുപോലെ അലമ്പുണ്ടാക്കാം. അപ്പൊ എന്താവും? അച്ഛൻ രാവിലെ തന്നെ അച്ഛൻ പണി നോക്കിയപ്പോ ഞാൻ എന്റെ പണി നോക്കിക്കോളാം, നീ നിന്റെ പണി നോക്കടാ. ഞാൻ പിന്നെ എന്റെ പണിയല്ലേ നോക്കണത്. ചേട്ടൻ ഓഫീസിലൊന്നും അത്ര കറക്റ്റ് അല്ലെന്നാണ് നമുക്കൊരു ഡൗട്ട്. നീ ഇടയ്ക്ക് ഒരുപാട് കളിക്കണ്ടെന്ന് നീ. നിനക്ക് വേണമെങ്കിൽ ഈ കാള പോലത്തെ മോനെ പറഞ്ഞു വിലക്ക്, എനിക്ക് പറയാൻ വയ്യ. വേണമെങ്കിൽ പറയും ഓഫീസിൽ വിട്. ഞാൻ എന്തിനാ ഓഫീസിൽ എന്നെ ആരും പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല, ഞാൻ പൊക്കോളാം ഓഫീസിലോട്ട്. പോലെടാ നീ ഇന്ന് ഇവരെയൊക്കെ പോകാൻ നോക്കടാ. എന്ത് കഷ്ടം അത്. ഞാൻ ഇന്നത്തെ പ്രോഗ്രാം സ്വത്ത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഇന്ന് എനിക്ക് വേറെ പരിപാടിയില്ല, പ്രോഗ്രാം ഇല്ലെന്ന്. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോണേ? അവൻ്റെ മാനേജർ വിളിച്ചു നോക്ക്, അയാൾ പറയും ഇന്ന് അവൻ്റെ പ്രോഗ്രാം എന്താണെന്ന്. നീ അയാളാ പ്രോഗ്രാം കണ്ടെത്തിയ ഗാനമുള്ള കാരണം. ഇതെന്തോന്ന് രാവിലെ തന്നെ മനപ്പൂർവ്വം സീൻ ഉണ്ടാക്കാൻ വന്നിരിക്കണാണ് അച്ഛാ. ഇവിടെ ആരും മനഃപൂർവ്വം നിന്റെ അടുത്ത് സീനൊന്നും ഉണ്ടാക്കാൻ വന്നിട്ടില്ല. നിന്റെ ഇപ്പോഴത്തെ രീതി കണ്ടിട്ട് പറയണം എല്ലാരും. അമ്മ വലിയൊരു കമ്പനിയുടെ മാനേജർ ആയതും കൊണ്ടേ ഈ വർക്കിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പിഴവ് പറ്റി കഴിഞ്ഞാൽ അമ്മ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. ഓ എവളെ കമ്പനി അത്ര വലിയ കമ്പനി ഒന്നുമല്ല. ഇനി എന്റെ കമ്പനിയുടെ പുറത്തേക്ക് കയറ്. അതെ, നിങ്ങളെ വലിയ കമ്പനിയാണ്, വലിയ എന്താ കൺസ്ട്രക്ഷൻ കമ്പനി, ബിൽഡേഴ്സ്. എന്താ കമ്പനിയെ പറ്റി പറഞ്ഞല്ല കരുതി. ഇപ്പൊ പറഞ്ഞു ലാസ്റ്റ് കമ്പനി പോരായ. ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നാളെ ചേട്ടൻ ഓഫീസിൽ പോകുമ്പോൾ മടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെന്ത് പറ്റി? അത് തിന്നിട്ട് എല്ലിന്റെ ഇടക്കാരൻ അല്ലാതെ തോന്നുന്നു. അച്ഛൻ ജോലിക്ക് പോകും. എടാ ഞാൻ ഇന്ന് എനിക്ക് 11 മണിക്ക് പോയാടേ. എന്താ അച്ഛന് 11 മണിക്ക് പോയാൽ മതിയെന്ന്? ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് കേട്ടാ. കളിക്കണ എനിക്കറിയില്ല അച്ഛാ, ഈ സംഭവം എന്താന്ന് അറിയൂ? ഫുൾ ഓവർ കോൺഫിഡൻസ്. ചേട്ടൻ പിന്നെ ഒന്നും കാണാൻ ഒന്നും ചെയ്യൂല, അത് വേറെ കാര്യം. എന്റെ ഓഫീസിലെ മാനേജർ ഒന്നും കാണാൻ ഒന്നും ചെയ്യില്ല. പറഞ്ഞു ഇവിടെ വീട്ടിൽ കുത്തിരിക്കാൻ അറിയും, ഇത്രേ ഉള്ളൂ. അച്ഛനെക്കാളും മടിയായി. അച്ഛനല്ലേ വഴി മുടക്കിയത്? ഇത് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രായമേ പറഞ്ഞതിന്റെ ധാരണ പശക. അതൊക്കെ പ്രായമായിട്ട് പറഞ്ഞ ധാരണ പശകാടാ. എനിക്ക് ഒരു ധാരണ പശകല്ലടാ. എടാ നീയാണ് സദാസമയം മൊബൈൽ കുത്തി കളിച്ചൊരു ബോധമല്ല നടക്കണത്. നിന്റെ നേസറിടാ മുറ്റത്തും പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെടൂല. എന്നാ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ബാക്കി കാര്യം. അമ്മ പറയണേട്ടാ, അമ്മ തരത്തിന് കളിച്ചില്ല ഇങ്ങനെ ഇരിക്കും. കാര്യങ്ങളൊക്കെ വേറെ വഴിക്ക് പോവാണല്ലോ. ഇനി ഏത് വഴിക്ക് പോകണം? എന്താ പൊന്നു നീലോ, ഞാൻ കുറച്ച് നേരിങ്ങനെ പോയി നിൽക്കട്ടാ. സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? എന്നാ പിന്നെ കുറച്ച് അധികം ദിവസം നിൽക്കുക, കുറച്ച് ദിവസം ആക്കണ്ട. ബാക്കി ഇവിടെ ഉള്ളവർക്ക് സമാധാനത്തോടെ ഇവിടെ കഴിയാമല്ലോ. നീ കൊള്ളാലോ ഈ പടവലങ്കാരി. അമ്മ പിന്നെ മിടിക്കല്ലേ അച്ഛാ, അതുകൊണ്ടല്ലേ പറഞ്ഞു തന്ന അച്ഛനെ പിടിച്ച് കൂട്ടിലടച്ചത്. ആര് വിചാരിച്ചാലും അച്ഛനെ കൂട്ടിലടയ്ക്കാൻ പറ്റൂല. ഇനിയിപ്പോ ഈ കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും വിപ്ലവം. എനിക്ക് ഞാൻ പോകണം. എവിടെ പോടാ? ഓഫീസിൽ പോടാ. അച്ഛൻ എന്താ വെച്ചാൽ എന്നെ ഓഫീസിൽ പറഞ്ഞു വിടാൻ വേണ്ടി നടക്കണം. അച്ഛൻ ജോലിക്ക് പോച്ചാ? എടാ ചെടക്കാൻ മടി പിടിച്ച് നടന്നു തുടങ്ങിയാണ്ടല്ലോ ജീവിതത്തിൽ ഒരിക്കലും മുന്നേറൂല. എനിക്ക് ചിരി വരണം കേട്ടാ. 2 ദിവസം മുന്നേ നമ്മളെ കൂടിയിട്ടല്ലേ അച്ഛനെ ഇവിടെ നിന്ന് തൂക്കിപ്പറിക്കി അവിടെ സൈറ്റിൽ കൊണ്ടിട്ട് മടിയായിട്ട് ആ അച്ഛനാണ് ഡയലോഗ് അടിക്കുന്നത്. പോവാന്ന് ചിരിപ്പിക്കല്ലേ, പോവാന്ന്. എടാ അതിനൊരു അന്തസ്സുണ്ടാ. അതിലെങ്ങനെയാ അന്തസ് വരണേ? ഏത് കാര്യത്തിൽ വേണമെങ്കിലും ഈ അന്തസ്സായിട്ട് ബന്ധിപ്പിക്കാം. അച്ഛൻ എന്തൊക്കെയാണ് പറയണത്? എന്തെങ്കിലുമൊക്കെ എങ്ങനെ ചുമ്മാ പറയാണ്. നീലായി ഈ ചെറുക്കനെ കണ്ടിട്ട് പോകാൻ പറ. എനിക്ക് ദേഷ്യം വന്നണ്ടല്ലേ. അമ്മ ദേഷ്യം വന്നാലാണ് ഏറ്റവും കളിപ്പ്. പിന്നെ വിഷ്ണു, നീ ടീം ലീഡറൊക്കെ ആവാൻ പോവാണ്. ജോലിയിൽ കുറച്ച് ആത്മാർത്ഥതയൊക്കെ കാണിക്ക്. ചേട്ടാ
പ്രൈവറ്റ് കമ്പനിയാണ്, അതുകൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്രിഷ്യേറ്റ് ചെയ്യും. പക്ഷെ വർക്ക് ചെയ്തില്ലാതെ ഉഴപ്പിയ തൂക്കിയെടുത്ത് കഴുത്തിറങ്ങും. ഈ തിയറി അച്ഛനെ മറക്കരുത്. ഞാൻ ക്യാഷു നീ കൂടുതൽ തിയറിയൊന്നും തന്നെ പഠിപ്പിക്കണ്ട. എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം കേട്ടാ. തിയറി പഠിപ്പിക്കാൻ വന്നിരിക്കും. ഈ അഹങ്കാരത്തിന് നോക്കി അവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി അവൻ വീട്ടിൽ വന്നിരിക്കും.